പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന യക്ഷിയുടെ കഥ അറിയാമോ? തെക്കേ തിരുവിതാംകൂറിലെ കാഞ്ഞിരക്കോടെന്ന സ്ഥലത്ത് അതിപുരാതനമായൊരു നായർ തറവാടുണ്ടായിരുന്നു. മംഗലത്ത് എന്നറിയപ്പെടുന്ന ആ തറവാടിന്റെ യഥാർത്ഥ പേര് പാദമംഗലം എന്നായിരുന്നു. അവിവാഹിതനായ ഗോവിന്ദൻ ആയിരുന്നു തറവാട്ടിലെ കാരണവർ. അദ്ദേഹത്തിന്റെ സഹോദരിയായിരുന്നു ചിരുദേവി. അതിസുന്ദരിയായ അവൾ സദാ പൊട്ടിച്ചിരിച്ചും സംസാരിച്ചും നടന്നിരുന്ന അവളെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. രാജാക്കന്മാർക്ക് പോലും അവളോട് പ്രണയം തോന്നിയിരുന്നു. മംഗലത്തെ അനേകം പരിചാരകരിൽ ഒരാളായിരുന്ന കുഞ്ഞിരാമൻ ഉത്തമപുരുഷലക്ഷണങ്ങൾ തികഞ്ഞവനാണ്. ഗോവിന്ദനും ചിരുദേവിയും അതിശക്തനായ കുഞ്ഞിരാമന്റെ തോളിൽ കയറി സഞ്ചരിക്കുക പതിവായിരുന്നു. ക്രമേണ ചിരുദേവി കുഞ്ഞിരാമനിൽ ആസക്തയായി. വിവാഹിതനായ കുഞ്ഞിരാമനോടുള്ള സ്നേഹം ചിരുദേവി അവനെ ശിക്ഷിച്ചും ദ്രോഹിച്ചുമാണ് കാണിച്ചിരുന്നത്. ഗോവിന്ദനും കുഞ്ഞിരാമനും ആത്മമിത്രങ്ങളായിരുന്നെങ്കിലും തന്റെ മിത്രത്തെ ചിരുദേവിയിൽ നിന്നു രക്ഷിക്കാൻ ഗോവിന്ദൻ ഒന്നും ചെയ്തിരുന്നില്ല. അധികം വൈകാതെ തന്നെ അവരുടെ ചങ്ങാത്തം അവളിൽ അസ്വസ്ഥതയുണ്ടാക്കി തുടങ്ങി. എന്നാൽ അതിനേക്കാളും അവളെ അസ്വസ്ഥയാക്കിയത് കുഞ്ഞിരാമൻ തന്റെ ഭാര്യയോടുള്ള സ്നേഹമായിരുന്നു. അത് സഹിക്കവയ്യാതായ അവൾ കുഞ്ഞിരാമന്റെ പത്നിയെ വകവരുത്തി. അങ്ങനെയിരിക്കെ ഒരിക്കൽ കുഞ്ഞിരാമന്റെ ചുമലിലേറി യാത്ര ചെയ്യുകയായിരുന്ന ഗോവിന്ദൻ ചിരുദേവിയാണ് കുഞ്ഞിരാമന്റെ ഭാര്യയെ വധിച്ചതെന്ന കാര്യം വെളിപ്പെടുത്തി. ഇതറിഞ്ഞ കുഞ്ഞിരാമൻ സങ്കടം സഹിക്കവയ്യാതെ അവളുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങിക്കൊടുത്ത് ചിരുദേവിയെ ഇല്ലാതാക്കാൻ പദ്ധതിയിട്ടു. അങ്ങനെ ചിരുദേവിയെ പ്രണയിക്കുന്നതായി നടിച്ച കുഞ്ഞിരാമൻ അവർ ഒരുമിച്ച് കിടക്കുന്ന വേളയിൽ അവളെ കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തി. പ്രതാപിയായ ഗോവിന്ദൻ തന്റെ സഹോദരിയുടെ കൊലപാതകവും കണ്ടില്ലെന്നു നടിച്ചു. അങ്ങനെ ചിരുദേവി ഒരു യക്ഷിയായി കാഞ്ഞിരക്കോട്ട് തന്നെ പുനർജനിച്ചു. അവൾ കുഞ്ഞിരാമനോട് വിവാഹ അഭ്യർത്ഥന നടത്തി. എന്നാൽ കുഞ്ഞിരാമൻ അത് നിരസിച്ചു. അതോടെ കലി പൂണ്ട അവൾ സുന്ദര രൂപത്തിൽ നിന്നും മാറി വികൃതമായ ഭയപ്പെടുത്തുന്ന ഭീകര രൂപമായി മാറി. എന്നിട്ടും പതറാതിരുന്ന കുഞ്ഞിരാമനെ അവൾ ഉപദ്രവിച്ചു തുടങ്ങി. അങ്ങനെ ഇതറിഞ്ഞ് തന്റെ മിത്രത്തെ രക്ഷിക്കാൻ ഗോവിന്ദൻ എത്തി. അദ്ദേഹം നൽകുന്ന 3 നിബന്ധനകൾ സമ്മതിച്ച് വിളക്ക് തൊട്ട് സത്യം ചെയ്താൽ കുഞ്ഞിരാമനെ 1 വർഷത്തേക്ക് അവൾക്ക് നൽകാം എന്ന് പറഞ്ഞു. നിബന്ധനകൾ ഇവ ആയിരുന്നു: 1 വർഷത്തിനു ശേഷം ചിരുദേവിയെ ഒരു ക്ഷേത്രമുണ്ടാക്കി അവിടെ പ്രതിഷ്ഠിക്കും. എന്നെങ്കിലും ക്ഷേത്രം നശിച്ചാൽ നരസിംഹമൂർത്തിയെ ശരണം പ്രാപിക്കണം. ഗോവിന്ദനും കുഞ്ഞിരാമനും തമ്മിലുള്ള സൗഹൃദ ബന്ധം വരും ജന്മങ്ങളിലും ഇതുപോലെ നിലനിൽക്കാൻ ചിരുദേവി പ്രാർത്ഥിക്കണം. കുഞ്ഞിരാമനോടുള്ള അടങ്ങാത്ത മോഹത്തോടെ ഇതിനെ എല്ലാം സമ്മതിച്ച് വിളക്ക് തൊട്ട് സത്യം ചെയ്തു. അങ്ങനെ 1 വർഷത്തിനു ശേഷം ക്ഷേത്രമുണ്ടാക്കി ചിരുദേവിയെ കുടിയിരുത്തി. കാലക്രമേണ ക്ഷേത്രം നശിച്ചപ്പോൾ സ്വതന്ത്രയായ അവൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നരസിംഹ ഭഗവാനെ അഭയം പ്രാപിച്ചു. കാഞ്ഞിരക്കോട്ടെ യക്ഷിയമ്മ ഇപ്പോഴും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയിൽ നരസിംഹ ഭഗവാനെ ധ്യാനിച്ചു കഴിയുന്നുണ്ട് വിശ്വസിക്കപ്പെടുന്നു. ഈ യക്ഷിയുടെ മോഹനവും രൗദ്രവുമായ രൂപങ്ങൾ ശ്രീകോവിലിന്റെ തെക്പടിഞ്ഞാറ് ഭാഗത്ത് വരച്ചുവച്ചിട്ടുണ്ട്.